ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസായിലുൽ ഫിഖ്ഹിലെ അദ്ദറസു സാബിഅ 7ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഉദ്ഊനി, എന്താണ് ഈ പാഠത്ത് പറയുന്നത്? ദുആ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ ഏതൊക്കെ എന്നതിനെ കുറിച്ചാണ് ഈ പാഠത്ത് പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമുക്ക് പാഠത്തിൻ്റെ ഈ ഭാഗം, ഫസ്റ്റ് ഭാഗം ഒന്ന് വായിക്കാം. ഉസ്താദേ, എൻ്റെ ഉപ്പ ആശുപത്രിയിലാണ്, സുഖമില്ല, ദുആ ചെയ്യണം, സലീം പറഞ്ഞു. ഉസ്താദ് ദുആ ചെയ്തു. വിദ്യാർത്ഥികളെല്ലാവരും ആമീൻ പറഞ്ഞു. നാം എപ്പോഴും ദുആ ചെയ്യണം. എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആലയോട് പറയണം. ദുആ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആ ചെയ്യാത്തവരോട് അല്ലാഹു തആലക്ക് ദേഷ്യമാണ്. അപ്പോൾ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ദുആ ചെയ്യുന്നവരെ അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. ദുആ ചെയ്യാത്തവരോട് അല്ലാഹു തആലക്ക് ദേഷ്യമാണ്. മനസ്സിലാക്കാം. നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഏറ്റവും ഉത്തമമായ ദുആകളിൽ പെട്ടതാണ് നിസ്കാര ശേഷമുള്ള ദുആ. ഉത്തമമായ ദുആകളിൽ പെട്ടതാണ് എന്ത്? നിസ്കാര ശേഷമുള്ള ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണെന്ന് ഒരു സഹാബി ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്കും ശേഷമുള്ള ദുആ ആണ്. അപ്പോൾ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ എപ്പോഴുള്ളതാണെന്ന് ചോദിച്ചാൽ അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ ആണ്. മനസ്സിലാക്കാം. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ നാം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലും റമളാൻ മാസത്തിലും മഴ പെയ്യുന്ന സമയവും വെള്ളിയാഴ്ചയും ദുആ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ദുആ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞതും അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും പിന്നെ അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലും റമളാൻ മാസത്തിലും മഴ പെയ്യുന്ന സമയവും വെള്ളിയാഴ്ചയും ദുആ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ പെട്ടതാണ്. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും അശക്തർ ദുആ ചെയ്യാത്തവരാണ്. ജനങ്ങളിൽ ഏറ്റവും അശക്തർ ആരാണ്? ചോദ്യം വരാറുണ്ട്. ദുആ ചെയ്യാത്തവരാണ്. മനസ്സിലാക്കുക. നിസ്കാര ശേഷം ചെയ്യേണ്ട ഒരു ദുആ നമുക്കിവിടെ പഠിക്കാം. ഇവിടെ താഴെ ഒരു ദുആ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. എവിടെയെന്ന് എവിടെയെങ്കിലും തന്നിട്ട് അതിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ തരും. പിന്നെ അതുപോലെ ഹിഫ്ള് എക്സാമിന് കുറച്ച് ഭാഗം ചോദിച്ചിട്ട് അതിൻ്റെ ബാക്കി പറയാൻ പറയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദുആ നന്നായി പഠിക്കാം. ഞാനൊന്ന് വായിച്ചു തരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വഖതായാനാ കുല്ലഹാ. അല്ലാഹുമ്മ അൻഇശ്നാ വജ്ബുർനാ വഹ്ദിനാ ലിസ്സാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ്. ഇന്നഹു ലാ യഹ്ദി ലിസ്സാലിഹിഹാ വലാ യസ്രിഫു സയ്യിഅഹാ ഇല്ലാ അൻത. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ വലി അസാതീദിനാ വലി അഹ്ബാബിനാ വലിമൻ ലഹു ഹഖ്കുൻ അലൈനാ. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീനാ സബഖൂനാ ബിൽ ഈമാനി വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഇല്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഹൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാറുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ ഡാഷ് ഖുർറത അയ്നി മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നി. അങ്ങനെയാണ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാറ്. മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇവിടെ താഴെ നക്റ വനഫം, അതിൽ നിന്ന് വന്ന ചെറിയ വേർഡ്സുകൾ, അതിൻ്റെ അർത്ഥങ്ങളൊക്കെയാണ് മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ ദഫ്തർ താലിബ് നോക്കാം. നുബൈന സിയാക്ക്, സന്ദർഭം വിശദീകരിക്കാനാണ്. അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്കും ശേഷമുള്ള ദുആ ആണ്. ഇത് ആരോട് പറഞ്ഞു എന്ന സന്ദർഭം, എപ്പോഴാണ് പറഞ്ഞത് എന്നതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടുന്ന് എഴുതുക. ഒരു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്കും ശേഷമുള്ള ദുആ ആണ്. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതുക. അടുത്ത ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ ചിലത് എഴുതുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞു, അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ റമളാൻ മാസത്തിലും മഴ പെയ്യുന്ന സമയവും വെള്ളിയാഴ്ചയും ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞത് എഴുതാം, അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ദുആവും. അടുത്തത്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അശക്തരായവർ ആരാണ്? ദുആ ചെയ്യാത്തവരാണ്. അപ്പോൾ ഇതാണ് അവിടെയൊക്കെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ദുആ തെറ്റിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓർഡർ ശരിയാക്കി കൊടുത്തിട്ട് ഇവിടേക്ക് താഴോട്ട് എഴുതണം. അപ്പോൾ എന്താണ് വന്നത്? ഫസ്റ്റ് എന്താ വരുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബന 1, വഹത്തായാന കുല്ലഹ 2, കുല്ലഹ, അല്ലാഹുമ്മ അൻഇഷ്ന 3, അല്ലാഹുമ്മ അൻഇഷ്ന വജ്ബുർന വഹ്ദിന ലിസാലിഹിഹ 3, വജ്ബുർന വഹ്ദിന ലിസാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ് 4 5, വൽ അഖ്ലാഖ്. അടുത്തത്, ഇന്നഹു ലാ യഹ്ദി ലിസാലിഹിഹ 6, വല യസ്രിഫു സയ്യഅഹ ഇല്ലാ അൻത 7. അപ്പോൾ അത് ഓർഡർ ആക്കിയിട്ട് ശരിക്കും എഴുതി കൊടുക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബന വഖതായാന കുല്ലഹ, അല്ലാഹുമ്മ അൻഇഷ്ന വജ്ബുർന വഹ്ദിന ലിസാലിഹിൽ അഅമാൽ വൽ അഖ്ലാഖ്, സാലിഹിൽ അഅമാൽ വൽ അഖ്ലാഖ്. അപ്പോൾ അത് ശരിയാക്കി കൊടുക്കുക. ഇനി അടുത്തത് മറ്റൊരു ഭാഗമാണ്. എന്താണ്? റബ്ബന ഗ്ഫിർ ലനാ വലിഖ്വാനിന 1, ഇഖ്വാനില്ലദീന സബഖൂന ബിൽ ഈമാൻ 2. അടുത്തതാ, വലാ തജ്അൽ ഫീ ഖുലൂബിന 3, വലാ തജ്അൽ ഫീ ഖുലൂബിന ഇല്ലൽ ലില്ലദീന ആമനു 4, ഇല്ലൽ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം 5. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആക്കുക. അടുത്ത മറ്റൊരു ഭാഗമാണ് തന്നത്. എന്താണ്? അപ്പോൾ ഇവിടെ വരുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ്? റബ്ബന ഹബ്ലന ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 1 ഇടാം. അടുത്തതാ 2, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന 2 അത് എഴുതാം. മൂന്നാമത്തതാ വദുരിയാത്തിന ഖുർറത അഴീനിൻ അതാണ് 3. 4, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അപ്പോൾ അത് അങ്ങനെ കംപ്ലീറ്റ് ആക്കുക. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന ഖുർറത അഴീനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പിന്നെന്താ വരുന്നത്? റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം. അതിൽ നമുക്ക് 5 ഇട്ട് കൊടുക്കാം. ഇന്ന അദാബഹ കാന ആറാമ, ഇത് 6. ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുക്കാമ, ഇത് 7 അടയാളപ്പെടുത്താം. അതങ്ങനെ മനസ്സിലാക്കിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഇതിലത് മനസ്സിലാക്കിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത് ഈ ഭാഗം പാഠഭാഗത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കി അടയാളപ്പെടുത്തുക. അപ്പോൾ അത്രയാണ് ഈ 7ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ ദുആ പാഠഭാഗത്തിൽ വന്ന് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴാണ് നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കാനും ഇതുപോലെ ഓർഡർ തെറ്റിച്ച് തന്നാലൊക്കെ എഴുതാൻ കഴിയുള്ളൂ. നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.